ഒരു വരാറടിച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്രോഗി വാരിയറിന്റെ കില്ലർ എന്ന് പറയുന്ന ആണ്ടോ. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് 2 പ്രൊഡക്റ്റ് മേടിച്ചിട്ടുണ്ട്. നമ്മൾ ഫ്രോഗി വാരിയറുകാരുടെ കമ്പനിയുടെ 2 പ്രൊഡക്റ്റ് നമ്മൾ മേടിച്ചിരിക്കുന്നതിന് ഒരു ഫ്രോഗും മേടിച്ചിട്ടുണ്ട്, ഒരു ബ്രൈഡും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ ബ്രൈഡ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ബ്രൈഡ്. ടോമൺ എന്ന് പറയുന്നൊരു ഇതാണ് ടോമൺ. ഇത് 22 mm 40 LB ആണ് ബ്രൈഡ്. 150 മീറ്ററും ഉണ്ട്. അപ്പം അൾട്രാ സ്മൂത്ത് ലൈറ്റ് കാസ്റ്റിംഗ്. അപ്പം അതിൻ്റെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അടി ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫ്രോഗ് എന്ന് പറഞ്ഞാൽ ഫ്രോഗി വാരിയറിൻ്റെ കില്ലർ എന്ന് പറയുന്ന ഫ്രോഗ്. അത്യാവശ്യം വലിയൊരു സ്പിന്നറൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് സ്പോട്ടിൽ ചെന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. നമുക്കിത് നേരെ നമ്മുടെ റീൽ സ്പൂണിലോട്ട് ഒന്ന് ലൈൻ ഒന്ന് സെറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് സ്പോട്ടിൽ ചെന്നിട്ട് ഒന്നും കൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞേക്കാം. അപ്പം ഫ്രോഗ് എന്ന് പറഞ്ഞാൽ ലെങ്ത് 7 സെൻറ്റിമീറ്ററും വെയ്റ്റ് 15 ഗ്രാമുമാണ്. ഒറിജിനൽ ഹാൻഡ് മെയ്ഡ് ഫ്രോഗ് എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യനേഷ്യൻ ആട്ടോ, ഇന്ത്യനേഷ്യൻ ഹാൻഡ് മെയ്ഡ് ഫ്രോഗ്. കില്ലർ എന്നാണ് ഫ്രോഗിൻ്റെ പേര്. ഇപ്പം നമ്മളിത് സ്പോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ടോമൺ എന്ന് പറയുന്ന ബ്രൈഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. ബ്രൈഡിൻ്റെ LB ഒക്കെ ഞാൻ നിങ്ങളൊക്കെ നേരത്തെ പറഞ്ഞായിരിക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. പിന്നീട് നമ്മുടെ ബ്രൈഡ്, പിന്നെ നമ്മൾ പുതിയൊരു ഫ്രോഗ് മേടിച്ചായിരുന്നു. ഫ്രോഗി വാരിയർ കില്ലർ എന്ന് പറയുന്ന ഒരു ഫ്രോഗ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് ഒന്ന് കാണിച്ചു തരാം. അപ്പം എന്താ ഇതാണ് ഫ്രോഗ്. നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ആണ്ടാ, നല്ല വലിയ സ്പിന്നറും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഷാർപ്പ് ഹുക്കാണ്, VMCയുടെ ഹുക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മേളിൽ കുറേ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഒരു പക്ക ഒരു ഫ്രോഗ് തന്നെ. അപ്പോൾ നമുക്കിതൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാം കിട്ടുമോ ഇല്ലെന്നറിയില്ല. നമ്മുടെ ഈ ഫ്രോഗിൽ ഒരു വരാലിനെ കിട്ടിയിട്ടുണ്ട്. ഇതേ നമ്മുടെ കില്ലർ എന്ന് പറയുന്ന ഫ്രോഗ്, ചേർമീന് വേണ്ടിയുള്ള ഫ്രോഗ്, നാടൻ വരാൽ. അപ്പം ഗായ്സ്, നമ്മൾ വീണ്ടും കായലിൻ്റെ സൈഡിൽ വന്നിട്ടുണ്ട് കാസ്റ്റിങ്ങിന് വേണ്ടി. പണ്ട് ലാസ്റ്റ് നമ്മൾ വീടിട്ടത് ഇവിടുന്ന് ഒരു ഹെവി ഒരെണ്ണം പൊട്ടി നമ്മുടെ ഇന്ന് പോകുന്നതായിരുന്നു പുല്ലിൻ്റെ വെളിയിൽ. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഫ്രോഗ് എന്ന് പറഞ്ഞാൽ ഫ്രോഗി വാരിയറിൻ്റെ കില്ലർ എന്ന് പറയുന്ന ഫ്രോഗാണ്. അപ്പോൾ നമുക്കൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. നാളെ ഓണമൊക്കെ, അതുകൊണ്ട് ഇന്നും വല്ല മീൻ കിട്ടുവാണെങ്കിൽ പൊളിയായിരിക്കും. അപ്പം ഗൈസ്, ചെറുമീൻ അടിച്ചു. ഗൈസ്, ചെറുമീൻ അടിച്ചു. ഗൈസ്, ചെറുമീൻ അടിച്ചു. ചെറുമീൻ ആഹാ, പെടക്കാതെ മോനെ. സൈസ് ചെറുമീൻ. ഓ, നമ്മളെ കില്ലറിൻ്റെ ഫ്രോയിൽ അടിച്ച. പിന്നെ ചൂണ്ട കടിഞ്ഞൊന്നൊരു സംശയം. അയ്യ, ഇവിടുന്ന് ഈ സൈഡിൽ നിന്ന് നമ്മളത് ഫ്രോഗി വാരിയറിൻ്റെ കില്ലർ എന്ന് പറയുന്ന നമ്മൾ മേടിച്ച ഫ്രോഗിലാണ് അടിച്ചിരിക്കുന്നത്. കാണിച്ചു തരാം. ഒരു 2 kg ആണ് ഇത് നമ്മുടെ കില്ലർ ഇരിക്കുന്നുണ്ട്. ചേട്ടാ ഒന്ന് വെട്ടടിച്ചേട്ടാ. ഇതുണ്ട കില്ലർ എന്ന് പറയുന്ന ഫ്രോഗിൽ അടിച്ച് ചേർമീന. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇതേ കണ്ട, രാത്രിയായിപ്പോൾ അടിച്ച.
ഞാനേ കായലിൻ്റെ സൈഡിൽ ഇടുമായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊന്നും കിട്ടിയില്ല. ഇത് ഇവിടെ വല്ല ഇട്ട് നോക്കിയിട്ട് പോവാന്നും പറഞ്ഞ് വന്ന് ഇട്ടത്. അവൻ കിട്ടിയത് നമുക്കിട്ട് ചേർമീൻ്റെ ഇതേ കിടപ്പുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ബോക്സിൽ ഇട്ടിട്ട് ഒന്ന് കാണിച്ചു തരാം. ഇവൻ്റെ വലുപ്പമുണ്ട് ചേർമീൻ അല്ലേ? നിൻ്റെ വലുപ്പമുള്ള ഇതിനെ കുടിച്ച ഇതാണ് മോൺസ്റ്റർ സ്നേക്ക് കട്ട്. അങ്ങനെ എടുക്കാൻ ഇവനെ മാറ്റി മറിക്കും മറിക്കും പിടിക്കുന്നില്ല. ചേർമിനെ കണ്ട ഒരു ബോക്സിന്റെ വലുപ്പമുണ്ട്. മറ്റേ കണ്ടിട്ട് കുഞ്ഞാണോ? അങ്ങോട്ട് പറയുന്നു. പ്രോ കണ്ട കാണിച്ചു കൊടുത്തേ. ഇങ്ങോട്ടോ ഞാൻ അടുത്തോളാം. സാധനം കണ്ട $200 സംതിങ്. അത് കാണാൻ പറ്റുമോ അറിയത്തില്ല. 200 സംതിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്നലെ രാത്രി ഒരു ചേർമീൻ കിട്ടിയായിരുന്നു. അപ്പം ഇന്ന് ഒരു ചേർമീൻ കിട്ടിയിട്ടുണ്ട്. കില്ലർ എന്ന് പറയുന്ന നമ്മുടെ ഫ്രോഗി വാരിയറിൻ്റെ കമ്പനിയുടെ ഫ്രോഗിൽ കിട്ടിയിരിക്കുന്നത്. കാണിച്ചില്ല. ഇത് വേണ്ട, ഇത് സൈസ് ചേർമീനാണ്. ഒരു 2 kg ആണ്. വേണ്ട. അപ്പം ഇവിടെ നിന്നാണ് അടിച്ചത്. അപ്പം ഇതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ചുമ്മാ എറിഞ്ഞ് നോക്കുമായിരുന്നു ഇങ്ങനെ ഫ്രോഗൊന്നും എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. എറിഞ്ഞപ്പം തന്നെ അതേ ആ സൈഡിൽ നിന്ന് മീൻ അടിച്ച്. നല്ല സൈസ് ചേർമീനാണ്. നമ്മുടെ ഫ്രോഗി വാരിയർ കില്ലർ എന്ന് പറയുന്ന ഫ്രോഗ് ഇതാണ്ടിരിക്കുന്നു. ചേർമീൻ്റെ കണ്ടകനാന്ന് തോന്നി ഈ ഫ്രോഗ്. അപ്പോൾ ഒരു വരാറടിച്ചിട്ടുണ്ട്. നാടൻ വരാലി. അപ്പം നമുക്ക് കുറേ ഇങ്ങനെ ഒരു നാടൻ അടിച്ചു. നമ്മുടെ സ്നിക്കേഴ്സ് എന്ന് പറയുന്ന ഫ്രോഗിൽ, സ്നേക്കിംഗ് ഫ്രോഗിൽ ഒരു വരാലിനെ കിട്ടിയിട്ടുണ്ട്. ചെറുതാണ്.